പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. ആയത്തുള്ള ഖമനയുടെ സംസ്കാരം അനിശ്ചിതത്വത്തിൽ. ജൂലൈ 9 നടക്കേണ്ട സംസ്കാര ചടങ്ങ് മാറ്റിവെക്കാൻ സാധ്യത. ലബനനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജാമ്യാപേക്ഷയെ എതിർക്കാതിരുന്ന പ്രോസിക്യൂട്ടറെ നീക്കും. അഡ്വക്കേറ്റ് ഗീനാകുമാരി വാദിച്ചത് പോലീസ് റിപ്പോർട്ടിനെതിരെന്ന് സർക്കാർ. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഉടൻ നിയമിക്കും. മദ്യനയത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട്. VM സുധീരന്റെ അടക്കം എതിർപ്പുകൾ തള്ളി സതീശൻ. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി നിർദ്ദേശം ധനബില്ലിൽ. എതിർപ്പ് പ്രകടിപ്പിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ന്യായീകരിച്ച് കെ മുരളീധരൻ. തിരുവനന്തപുരം നഗരസഭയിലെ നിർണായക കൌൺസിൽ യോഗം നാളെ. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDF. അവിശ്വാസത്തിന് പുറത്തുനിന്ന് പിന്തുണ നൽകാൻ LDF. സ്വതന്ത്രന്മാരുടെ നിലപാട് നിർണായകം. ആത്മവിശ്വാസത്തിൽ BJP. FCRAയ്ക്കെതിരെ കത്തോലിക്ക സഭയുടെ രാജ്യവ്യാപക പ്രതിഷേധം. പള്ളികളിൽ പ്രാർത്ഥനായോഗം. ബില്ലിനെതിരെ കോടതിയെ സമീപിക്കാൻ ക്രൈസ്തവ സംഘടനകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെയും മഴ കനക്കും. കാലം മാറുമ്പോഴും വിശ്വാസങ്ങൾ മാറില്ലെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ച അനന്ത് അംബാനി തന്റെ സവിശേഷതയായ നീണ്ട മുടി തിരുപ്പതി ബാലാജിക്ക് സമർപ്പിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചേർത്ത് പിടിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭാരതീയ വിശ്വാസം. ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ജോർദാനെ തോൽപ്പിച്ച അർജന്റീന. വിജയം 1-നെതിരെ 3 ഗോളുകൾക്ക്. പകരക്കാരനായി ഇറങ്ങി ഗോൾ വല കുലുക്കി മെസ്സി. തുടർച്ചയായി 7 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരവും മെസ്സി.